ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലം. അത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഏറ്റവും ദോഷകരമായ അവസ്ഥകളൊക്കെ കടന്നു പോവുകയാണ്. ദീർഘനാളുകളായിട്ട് ശനിയുടെ ദോഷവും അതുപോലെ തന്നെ രാഹുവിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും ഒക്കെ മാറി സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025. അതായത് ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പല രീതിയിലും ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകളൊക്കെ അനുഭവിച്ചിരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് 2025 അഭിവൃദ്ധികൾ വന്നു ചേരും. പ്രത്യേകിച്ച് വ്യാഴം വക്രഗതി ആയിരുന്നുവല്ലോ. വക്രഗതിയിലായിരുന്ന ആ വ്യാഴം ഇപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അത് ഭാഗ്യസ്ഥാനത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യും. മറ്റ് ചൊവ്വയുടെയും ഒക്കെ മാറ്റം അനുസരിച്ച് നോക്കുമ്പോൾ ചില മാസങ്ങളിൽ 2025 ചില മാസങ്ങളിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. ധനാഗമനം വന്നു ചേരും. ജോലിയില്ലാത്തവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് അനുസരിച്ച് ശമ്പളത്തോടു കൂടിയ ജോലിയില്ലാത്തവർ അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേതനം കിട്ടാതെ വരിക, അത് വളരെ ദുഃഖകരമാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലവുകൾക്കനുസരിച്ച് ഒരു വരുമാനം വരാതിരിക്കുക. എല്ലാവർക്കും ചിലവുകൾ ഒരുപോലെയല്ല. കുടുംബത്ത് മറ്റ് അംഗങ്ങളുടെ കൂടി കാര്യങ്ങൾ നോക്കേണ്ട ഒറ്റയ്ക്ക് ഒരാൾ ഉള്ളവർക്കൊക്കെ വരുമാനം അധികം കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അങ്ങനെയുള്ള വിഷമിക്കുന്ന ധാരാളം ആൾക്കാർ, ഉത്രാടം നക്ഷത്രക്കാർ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ 2025 ശമ്പള വർധനവ് ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നതിന്, കുടുംബത്ത് ഒരു പുതിയ വരുമാന മാർഗം കൂടി വന്നു ചേരുക, അതിന് യോഗമുള്ള ഒരു വർഷമാണ്. അതിനായിട്ട് കുടുംബാംഗങ്ങളായാലും സഹോദരസ്ഥാനീയരോ സന്താനങ്ങളോ ജീവിത പങ്കാളിയുമോ ഒക്കെ ശ്രമിച്ചാൽ സാധിക്കും. കുടുംബം സാമ്പത്തികമായ ഉന്നമനത്തിൽ എത്തുവാൻ 2025 യോഗമുണ്ട്. അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. കടങ്ങൾ അതൊക്കെ വീടി വരുന്നതോടൊപ്പം ഏതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ, യാദൃശ്ചികമായിട്ട് ചില കേസുകളൊക്കെ വന്നിട്ടുള്ളവർ, അതൊക്കെ ഒത്തുതീർപ്പാകുന്നതിനും ഒക്കെ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2020. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള നല്ല മാർഗങ്ങൾ തെളിയുന്നതിനും വിദേശത്ത് ചെന്നാൽ നല്ല ജോലി കരസ്ഥമാക്കുവാനും ഒക്കെ യോഗമുണ്ട്. പ്രായമായവർക്കും മാതാപിതാക്കൾ അവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ്. പ്രായമായിരിക്കുന്ന ഈ ഉത്രാടം നക്ഷത്രക്കാരുണ്ടല്ലോ, കൊച്ചുകുട്ടികളും അവർക്കുമൊക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ അതുമൂലം ഉണ്ടാകാം. അതിനാൽ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് പ്രായക്കാരായാലും അത് വളരെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് പണം കടം കൊടുക്കുന്നവർ. പണം കടം കൊടുത്താൽ ഒരു പക്ഷേ തിരിച്ചു കിട്ടിയില്ല എന്ന് വരാം. കടം വാങ്ങുന്നതും വളരെ ശ്രദ്ധിക്കണം. അമിതമായ പലിശയ്ക്ക് ചിലർ സഹായ ഹസ്തം നീട്ടും. അത് സ്വീകരിച്ചാൽ അത് വലിയ കെണിയായി ജീവിതത്തിൽ വലിയ നഷ്ടമായിട്ട് തീരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷവും കൂടിയാണ് ഈ ഒരു വർഷം. സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം ഉത്രാട നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊള്ളൂ. നിങ്ങൾ ഉയർന്ന വിജയത്തിൽ എത്തിച്ചേരും. അത് ഒരു ചെറിയ കാര്യങ്ങൾ, ചെറിയ മുതൽ മുടക്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതായാലും സാമ്പത്തികം കൂടുതൽ ഇറക്കി ചെയ്യുന്നവരായാലും ഉയർന്ന നിലയിലെത്തും.
ഷെയർ മാർക്കറ്റിങ്ങിൽ ഉള്ളവരായാലും മറ്റ് എക്സ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കായാലും ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വൻകിട മൂലധനമൊക്കെ മുടക്കുന്ന പാർട്ടികൾക്കായാലും അഭിവൃദ്ധിയുടെ ഒരു വർഷമാണ്. അതുപോലെയാണ് പോലീസുകാർ, മിലിറ്ററിക്കാർ, അവർക്കൊക്കെ നല്ല വർഷമാണ്. അധ്യാപകർക്കായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാർ, മറ്റ് പ്രവർത്തകർ, നേഴ്സുമാരുടെ സഹപ്രവർത്തകർ ഒക്കെ, അവർക്കൊക്കെ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെടുന്നവർക്കും IT മേഖലയുമായി ബന്ധപ്പെട്ട ജോലിക്കാർക്കും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്കും ഐശ്വര്യപൂർണമായ കാലം. ആരോഗ്യപരമായിട്ട് ചെലവുകളൊക്കെ വളരെ കൃത്യമായിട്ട് കുറഞ്ഞു കിട്ടുക, അതായത് വന്നു ചേരുന്ന ധനത്തിനനുസരിച്ച് ചെലവ് ഒതുങ്ങത്തക്ക രീതിയിൽ അധിക ചെലവുകളൊന്നുമില്ലാതെ ഒരു വർഷം കടന്നു പോകും എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെയും മറ്റ് ധനസ്ഥാനത്തിൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. കൂടാതെ വ്യാഴപ്രീതികരമായ കാര്യങ്ങളും കൂടി ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന് പ്രാർത്ഥിക്കുകയും യഥാശക്തി അനുസരിച്ച് ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തമമായ സുഹൃത്തുക്കളെ കിട്ടുകയും സന്താനങ്ങൾക്ക് ശ്രേയസ് വരികയും ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.